यजमानानां संसिद्ध्यस्य वनीयसाम् अत पृच्छामि संसिद्धं योगिनां वरणं गुरुं पुरुषस्येव यत्कार्यं म्रियमाणस्य सर्वदा यच्छोदयमहो यत्यं यत्कर्तव्यं न विप्रभो मत्कर्यं भजनीयं वा ब्रूहि यत्त्वापि वैकेयं नीनं भगवतो ब्रह्मन् गृहेषु गृहमेधिनां न लक्ष्यते व्यवस्थानां विगोरो प्रत्यभाषधर्मज्ञा भगवान् बादरायणी विषीणं भागवते महापुराणे मया विद्यावचां विश्वसाहित्यां वारणस्यां संहितायां प्रथमस्कन्धे शुकागमनं नाम एकोविंशतितमोऽध्यायः। गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. ഇവിടെ ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള യാത്ര വരെയാണ് നമ്മൾ വർണ്ണിച്ചു വെച്ചത്. അതിനുശേഷം പിന്നെ പരീക്ഷത്തിന്റെ ജനനം ഒന്ന് വർണ്ണിച്ചു. ആ അശ്വത്ഥാമാവിന്റെ അസ്ത്രം കൊണ്ട് രക്ഷിച്ചുപോയി ആ ഗർഭത്തെ ഭഗവാനാണ് രക്ഷിച്ചത്. ഒരു തള്ളവരലിന്റെ വലിപ്പത്തില് ശംഖുചക്ര കഥാപത്രങ്ങളോടുകൂടി ഭഗവാൻ ആ ഗർഭത്തിൽ നിന്ന് അതിന്റെ ചുറ്റുമുള്ള സഞ്ചരിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ശിശു ആ ഭഗവാൻ ഇങ്ങനെ കാണുന്നുണ്ട്. പ്രസവത്തിന്റെ സമയമായി പിന്നെ ഭഗവാനെ കണ്ടില്ല. ഇവിടെ ഉത്തര പ്രസവിച്ചു. ആ കുട്ടിയെ പ്രസവിച്ച സമയത്ത് ജീവൻ ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭഗവാനാണ് ഇത്ര മടിയിലെടുത്ത് വെച്ച് ജീവൻ കൊടുത്തത്. യുധിഷ്ഠിരൻ ആ സമയത്ത് തനിക്കൊരു യാഗം നടത്താൻ വേണ്ടിയിട്ട് ആ യാഗത്തിന് വേണ്ട ഇതുകള് അതിന്റെ സമ്പാദങ്ങൾ ധനം സമ്പാദിക്കാൻ വേണ്ടി യുദ്ധം കാരണം ധനമൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ ഇത് വേണ്ടേ, യുദ്ധം കാരണം ധനമൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ അതിന് ധനം ഉണ്ടാവണ്ടേ? ആരെങ്കിലും ദ്രോഹിച്ച ധനമൊന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ധനം അന്വേഷിച്ച് പോയി. അവൻ മരുത്തുക്കളുടെ യാഗം കഴിഞ്ഞിട്ട് കുറച്ച് ധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, അത് പോയി എടുത്തോളാൻ പറഞ്ഞു. ഗുരുവായൂരപ്പനാണ് ഇവിടെ ഭഗവാൻ. യുധിഷ്ഠിരന്റെ യാഗം നടത്തേണ്ട കാര്യം ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഭഗവാനാണ്. ഭഗവാൻ ഇവിടെ വന്നു. പരീക്ഷത്തിൽ ജനിച്ചു. അപ്പോൾ ജീവൻ ഉണ്ടായില്ല. മടിയിൽ എടുത്തു വെച്ച് ചില ശോകമൊക്കെ ചൊല്ലി ജീവൻ വന്നു. ജീവൻ വെച്ചു എടുത്തു വന്ന് കൊടുത്തു. അങ്ങനെ ഭഗവാൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അത് പിന്നെ പറഞ്ഞത് വിതുരൻ തീർത്ഥയാത്ര കഴിഞ്ഞ് തൻ്റെ ഗൃഹത്തിലെത്തിയ കഥയാണ് പിന്നെ പറഞ്ഞത്. വിതുരൻ തീർത്ഥയാത്രയായിട്ട് നടക്കുകയാണ്. യുദ്ധത്തിന് മുമ്പേ പോയതാണ്. പല ദിക്കിലും തീർത്ഥയാത്രയായിട്ട് നടന്ന് ഇടയ്ക്ക് അസ്ത്രപുരത്തിൽ വരലുണ്ട്. ഇപ്പോൾ ആദ്യേ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു. അവിടുന്ന് മൈത്രേയ മഹർഷിയെ കണ്ട് ഉപദേശമൊക്കെ വാങ്ങി അങ്ങനെയുള്ള വരവാണ് തൻ്റെ അസ്തിനാപുരത്തിലേക്ക്. അപ്പോൾ ഇവരൊക്കെ പാണ്ഡവന്മാരൊക്കെ വലിയ സന്തോഷിച്ചു. വലുതായിട്ട് വലിയച്ഛനെ വിളിച്ച് കൂട്ടുകൊണ്ടുവന്ന് വേണ്ട വിധത്തിൽ ആദരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ദേഹപ്രാണം വിവാഗതം എന്നാണ്. കാരണം എന്താ, ഈ വിതുരനാണ് പാണ്ഡവരുടെ ഓരോ അപകടത്തിൽ നിന്നും രക്ഷിച്ചത്. എത്രയാ പ്രത്യേകത പാണ്ഡവരോട് നിശ്ചയില്ല. അപ്പൊ അവർക്കൊക്കെ വലിയ അത്യാഘാതമായി. അവരെ വേണ്ട പോലെ ഇതായിട്ട് അങ്ങനെ കുറച്ചു ദിവസം സമാധാനമായിട്ട് ഇരുന്നു. അതിന് ശേഷം വിതുരരെ തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജ്യേഷ്ഠൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ ചെന്നു. അവിടെ ഇരുന്നു. എന്തൊക്കെയാണ് ജ്യേഷ്ഠ വിശേഷം? ഇപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ, ഇപ്പോൾ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിതുരാണ്, ഇപ്പോഴാണ് എനിക്ക് സുഖം തോന്നുന്നത്. ഇപ്പം നല്ല സുഖമാണ്. ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ആ ഭീമനാണ് എനിക്ക് വേണ്ടതൊക്കെ നോക്കിത്തരാൻ. എന്നെ കുളിക്കാനായ എടുത്തു കൊണ്ടുവന്ന് കുടുംബത്തിൽ അവിടെ കുളിക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തും. വെള്ളം ചൂടാക്കി കൊടുന്നു തരും. ഭക്ഷണം ഉരുട്ടി വായേരി തരും. എൻ്റെ മക്കളുള്ളപ്പോൾ ഞാൻ ഇത്ര സമാധാനം അനുഭവിച്ചിട്ടില്ല. എപ്പോഴും എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് യുധിഷ്ഠിരനും പാഞ്ചാലിയും ഒക്കെ. അപ്പോൾ ഇപ്പോഴാണ് സുഖമാണ് വിതുര എന്ന് പറഞ്ഞു. അപ്പോൾ വിതുരൻ ഒന്ന് നോക്കി. കഷ്ടം, ജീവിതാശാ വലിയസി. അപ്പോഴേ ഏട്ടാ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? അതെ, വിതുരനാണ് അല്ല ഭീമനാണ് അങ്ങേക്ക് ഭക്ഷണം എത്തി തന്നെ ഉരുളേക്ക് ഇട്ട്. അതെ, അങ്ങനെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ല ചോരയുടെ മണമൊക്കെ തോന്നാറുണ്ടോ? അതെന്താ? അതോ ഈ
ബാന്ധവര് തൻ്റെ അങ്ങനെ മക്കളൊക്കെ അടിച്ചു കൊന്നത് ആ കൈകൊണ്ടല്ലേ. ആ കൈകൊണ്ട് ചോറ് ഉരുട്ടി തരുമ്പോൾ സുഖമുണ്ടെങ്കിൽ ആരെയാണോ ദ്രോഹിച്ചത്, ഇപ്പൊ ആ കലക്കത്തിലിട്ട് ചുടാൻ നോക്കലും രാജ്യം കൊടുക്കാതെ കഷ്ടപ്പെടുത്തലും പലതരത്തിൽ ദ്രോഹിക്കലൊക്കെ ചെയ്ത ആരെയാണ്? അവരും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ഇന്ന് അങ്ങേക്ക് കഴിക്കുക, ഭക്ഷിക്കാം. ആ മക്കൾ മരിച്ചു, ബന്ധുക്കൾ മരിച്ചു, എല്ലാവരും മരിച്ചു. ഇന്ന് അങ്ങ് ശത്രുക്കളായിട്ട് കരുതിയിരുന്ന അവര് ശത്രുക്കളല്ല, അങ്ങ് ശത്രുക്കളായിട്ട് വിചാരിച്ചിരുന്ന അവരുടെ കൈകൊണ്ട് വല്ല ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് കഴിക്കാം അല്ലേ? അങ്ങയുടെ അവസ്ഥ അങ്ങ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴും സുഖാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കെങ്കിലും ഇരിക്കുന്നത്. ഗൃഹപാല വിവാഹരൻ എന്ന് പറഞ്ഞത് എച്ചിക്കുറിപ്പേര് കിടക്കുന്ന പട്ടിയെക്കാട്ടിലും പേരാണോ അങ്ങയുടെ? തുറന്നങ്ങ് ചോദിച്ചു. ഭക്ഷണം കിട്ടാൻ വേണ്ടി യജമാനൻ ഊണ് കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുവരുന്നത് നോക്കിയിരിക്കില്ലേ? അതുപോലെ അതിനേക്കാട്ടിലും ഭേദമാണോ? ധൃതരാഷ്ട്രന്റെ കണ്ണീര് പൊട്ടി ഒഴുകി. വിധ, എനിക്കെല്ലാം അറിയാം, പക്ഷേ എന്നെ കൊണ്ട് എന്താ സാധിക്കുക? ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിതൊന്ന് അറിഞ്ഞു നടിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ആരാര് ബന്ധമുള്ളത്? അതാണ് എനിക്ക് തെറ്റിയത്. ആർക്കും ഇല്ലാണ്ടായാലും എന്തൊക്കെ തെറ്റ് നമുക്ക് പറ്റിയാലും നമ്മളെ സഹായിക്കാനായിട്ടൊരു ആത്മബന്ധു നമ്മുടെ ഒപ്പമുണ്ട്. ജ്യേഷ്ഠാ വരൂ, ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാം. നീ ഇവിടെ അങ്ങനെ ഇരിക്കുകയല്ല നല്ലത്, വരൂ. ഞാൻ ഇങ്ങനെ ഒരു അനിയൻ ഉണ്ടാവണ്ടേ? ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഏട്ടൻ വരണോ എന്ന് ചോദിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു അനുജൻ. അങ്ങനെ അവിടുന്ന് ഇനി ഇതൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ സേവിച്ച് ശേഷിച്ച കാലെങ്കിലും ഭഗവാനെ സേവിച്ചു കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് രാത്രിയിലാണത്ര ഇവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് ഗാന്ധാരിയും ഒപ്പം പുറപ്പെട്ടു. ഇത്ര കാലം ആ ഭർത്താവിനെ സേവിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങനെ തന്നെ വേണമെന്നാണ് വിചാരിക്കണേ. കുന്തി വെള്ളൊപ്പാണ് പോയി എന്നത് ചിലതിൽ കേൾക്കാറുണ്ട്. എന്തായാലും ഇവരെല്ലാവരും പോയി. രാവിലെ യുധിഷ്ഠിരൻ വന്ന് നോക്കുമ്പോൾ ആരുമില്ല അവിടെ. അന്വേഷിച്ച് നോക്കിയപ്പോൾ സഞ്ജയനോട് ചോദിച്ചപ്പോൾ സഞ്ജയൻ എനിക്കറിയില്ല പറഞ്ഞു. അങ്ങനെ ഇരിക്കലാണത്ര വിതുരനും നാരദനും തുമ്പുരും കൂടി അവിടെ വന്നു. അപ്പോൾ ചോദിച്ചു, അച്ഛനെ ഒന്ന് കാണാനില്ല, വലിയച്ഛന് കണ്ണ് കാണാത്തതാണ്, എവിടെയെങ്കിലും പോയി വീണോ, അതോ ഞങ്ങൾ ചെയ്ത പാതകം ആലോചിച്ച് വിഷമിച്ചിട്ടാണ് ഞങ്ങളെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നല്ല, ഇതൊക്കെ ദൈവഹിതാണ്, ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്നതാണ്. അവരൊക്കെ ഈശ്വരൻ്റെ അടുത്തേക്ക് ഈശ്വരനെ സേവിക്കാൻ പോയി കഴിഞ്ഞു. അവരൊക്കെ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടേ ഭൂമിയിൽ വന്ന് ജനിച്ചതാ. അവരുടെ കാര്യം കഴിഞ്ഞു, അവരിതാ തിരിച്ചു പോകണു, അത്രേ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നാട്ടിൽ അന്വേഷിച്ച് ചെല്ലലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഭഗവാനെ യജമാനന്റെ അടുത്ത് പോയി ഭഗവാനെ സേവിച്ചുകൊണ്ട് വെള്ളം മാത്രം ഭക്ഷിച്ചുകൊണ്ടും വായു ഭക്ഷിച്ചുകൊണ്ടും ഭഗവൻ നാമം ജപിച്ചുകൊണ്ടും തീർത്ഥം കണ്ട് മുങ്ങിക്കൊണ്ടും അവിടെ ജയിച്ച് അവരൊക്കെ സ്വർഗതി നേടി. ധൃതരാഷ്ട്രനും ഗാന്ധാരി കുന്തി അത്രയും കഴിഞ്ഞപ്പോഴേക്കും വിതുരനും താനൊരു കാര്യം, യമധർമ്മ രാജാവാണ്, ശാപം നിമിത്തം ഭൂമിയിൽ വന്ന് ജനിച്ചതാണ്, അപ്പോൾ തൻ്റെ പ്രാരബ്ധം കഴിഞ്ഞു, അദ്ദേഹവും യമലോകത്തേക്ക് അങ്ങനെ തൻ്റെ തിരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഇത് പറഞ്ഞത്. അതിനുശേഷം പിന്നെ പരീക്ഷത്തിൻ്റെ രാജ്യഭാരം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജാതകം വന്നിട്ട് അതിനുശേഷം രാജ്യഭാരം അദ്ദേഹം എല്ലാം കൊണ്ടും കേമനാണ്. നമുക്ക് തോന്നുമ്പോൾ പരീക്ഷിച്ച് ഭാഗവത കഥ കേൾക്കാതിരുന്നത് രാജ്യം ഭരിക്കാനുള്ള കത്തിയില്ലാത്തതുകൊണ്ടാണോ? അതല്ലാന്ന് കാണിക്കുകയാണ്. ഒരു യുഗപുരുഷനെ മുഴുവൻ കലിയെ വരെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്. രാജ്യം ഭരിക്കാൻ കഴിവില്ലാത്ത ആളല്ല. അതും ഒന്ന് സൂചിപ്പിച്ചു. അതിന് ശേഷമാണ് പാണ്ഡവരുടെ വാനപ്രസ്ഥം എന്നുള്ളൊരു ഭാഗം പറയണത്. ഭഗവാൻ കൃഷ്ണൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വന്നപ്പോൾ അവിടുന്ന് ദ്വാരയ്ക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അർജുനനും കൂടിയിട്ടാണ് പോയത്. ഭഗവാൻ സ്വർഗാരോഹണം കഴിഞ്ഞ കാര്യം പാണ്ഡവന്മാരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വിതുരർ വരുമ്പോൾ വിഷയങ്ങളൊക്കെ ചോദിക്കും പാണ്ഡവന്മാരെ. അപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞ കൂട്ടത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണം മാത്രം പറഞ്ഞില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്താ, ഭഗവാൻ ഇവരുടെ സങ്കടം കാണാൻ വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് സ്വർഗാരോഹണം കഴിഞ്ഞിരിക്കുന്നു. അപ്പം തന്നെ യുധിഷ്ഠിരൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദുർനിമിത്തങ്ങൾ ഭഗവാൻ അങ്ങോട്ട് പോയോടുകൂടി ഭൂമിയിൽ ഓരോ ദുർനിമിത്തങ്ങൾ ഇങ്ങനെ കാണുകയാണ്. എന്താ ഇത് നോക്കുകയാണ്. പല ദിക്കിലും ദിവസത്തിൻ്റെ ശോഭ പോരാ,
പലതരത്തിൽ നിർമ്മിച്ചങ്ങൾ തൊഴാനൊക്കെ അമ്പലത്തിൽ ചെന്നാലേ വിഗ്രഹം ഇങ്ങനെ കടയുണ്ടോ സംശയമാവുക, പശുക്കുട്ടിയോട് പാല് കുടിക്കാൻ ചെന്ന പൈക്കിൽ ചുരത്തി കൊടുക്കാണ്ടിരിക്കുക, ഒക്കെ എല്ലാവർക്കും ഒരു ദീനമുഖം വന്ന് കുറുക്കന്മാരൊക്കെ പകൽ ഓടിയിട്ട് നടക്കുക, അങ്ങനെ പലതും കാണാണ്ട് സംശയമായി. നാരദൻ ഒരിക്കൽ വന്നപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്, ഭഗവാന്റെ അവതാര ഉദ്ദേശമൊക്കെ കഴിഞ്ഞു, എപ്പോഴാണ് തിരിച്ചു പോക്കുമെന്ന് അറിയില്ല, പോകണ്ടെന്ന് നമ്മളെ അതേ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കില്ല, അദ്ദേഹം അപ്പോൾ സൂക്ഷിക്കേണ്ടതാണ്, കാലമൊക്കെ വിപരീതമായിട്ടാണ് വരണേന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതാവൂ സംശയം. എന്നിട്ട് ഭീമനോട് പറയാണ്, ഭീമ, അർജുനൻ പോയിട്ടിപ്പോൾ 6-7 മാസമായി, ഇതുവരെ പോയിട്ട് കാണാനില്ല, ഇത്രയും വൈകാറില്ലല്ലോ, എന്താ അങ്ങോട്ട് വരാത്തെ, ആകെ ദുർനിമിത്തങ്ങളാണ് കാണുന്നതിലോ, അല്ലാതെ ലോകം മുഴുവൻ നശിക്കണ പോലത്തെ ഇതുകളാണ് കാണുന്നത്, എന്താ എല്ലാവർക്കും ഒരു മനസ്സിനൊരു വിഷമം, എന്തെന്നില്ലാത്തൊരു സങ്കടം, എന്താ ചോദിച്ചാൽ നിശ്ചയില്ല, ഇങ്ങനെയൊക്കെയാണ് ഓരോ ദുർനിമിത്തങ്ങൾ വരിക. അപ്പോൾ തോൽക്കാലോകണം കഴിഞ്ഞു ആവും എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത്രേ അർജുനൻ വരുന്നു. ഇതേവരെ കണ്ട അർജുനനല്ല നമ്മളിവിടെ കാണുക. അവിടുന്ന് തലയിങ്ങനെ കുമ്പിട്ട് കണ്ണിൽ വെള്ളം നിറച്ച് അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അത് വില്ല് കാണ്ടീവ് എടുത്ത് പൊന്തിക്കാൻ ശക്തിയില്ലാണ്ട് കൈ വലിച്ച് അയച്ചുകൊണ്ടാണ് വരുന്നത്. ഇവിടെ വന്ന് കിട്ടുന്നിട്ട് അപ്പം തന്നെ യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. കാരണം എന്താ, അർജുനനൊരു ബലം ഉണ്ടായിരുന്നു. എന്താ, കൃഷ്ണൻ ഏത് മഹേശ്വരനായാലും എന്താ, മഹാദേവനായാലും താരല്യ, ഏത് കർണനായാലും താരല്യ എന്നൊക്കെ പറഞ്ഞ് അഹംഭാവം നടിച്ചിരുന്ന, ഞാനെന്തെങ്കിലും നടിച്ചിരുന്ന അർജുനനല്ല ഇപ്പോൾ കാണുന്നത്. കാരണം എന്താ, ഭഗവാനാണ് ബലം. ആ ബലം നശിച്ചുപോയി, അതാണ് എന്ന് മനസ്സിലാക്കി. എന്നാലും അതൊന്നും ഉള്ളിൽ വലിയ ഇതായില്ല. ഒക്കെ ചോദിച്ചു, എന്താ അങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്, ദ്വാരകയിൽ എല്ലാവർക്കും സുഖമല്ലേ, വേറെ വേറെ എടുത്ത് ചോദിച്ചു, ഭഗവാന് സുഖമല്ലേ, താമ്പൻ അതുപോലെ സാത്വികി അങ്ങനെയുള്ള ആൾക്കാർക്ക് സുഖമല്ലേ, അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ, ഭഗവാൻ എതുക്കളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ നടക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും പൊട്ടി പൊട്ടി കരഞ്ഞു തുടങ്ങി. വാക്ക് പുറപ്പെടുന്നില്ല. എന്താ പറയുക, കുറച്ച് നേരം മിണ്ടാൻ പറ്റാണ്ട് ഇരുന്ന് അതിന് ശേഷം കൈകൊണ്ട് കണ്ണൊക്കെ തുടച്ച് ഭഗവാന്റെ ആ ഗീത ഉള്ളിലിങ്ങനെ തെളിഞ്ഞു വന്നു. ആരാണ് എന്തിനാ ദുഃഖിക്കണത്, ആരാ ദുഃഖിക്കുന്നത്, എന്താ അവിടെ ശാശ്വതമായിട്ടുള്ളത്, ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഭാവം ഉള്ളിൽ തെളിഞ്ഞൊക്കെ ഒന്ന് സമാധാനിച്ച് പറയാണ്, വഞ്ചിതോഹം മഹാരാജൻ ഹരിനാ ബന്ധുരൂപിണ. നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടു. ഈ ഭഗവാനെ അച്ചമ്മകളുടെ മകനാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇതാരാ, സാക്ഷാൽ ജഗതീശ്വരൻ. നമ്മളൊക്കെ വിചാരിച്ചു നമ്മുടെ ഒപ്പം വന്ന് കളിച്ചു നടക്കുന്ന ഒരാളാണ്. ഈ ലോകം മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതായി വസ്തു, കൺമൂലത്തെല്ലീനായി കാക്കൽ പാതിക്കുന്ന മുമ്മൂർത്തി കോടിയെ പാർക്കൂമീശൻ. ആ വസ്തുവാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇപ്പോഴത്തെ പോലെ വല്ല പഠിക്കാനുള്ളതൊക്കെ കമ്പ്യൂട്ടർ അതൊക്കെ പഠിച്ചു, ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ചെന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ആ മാനേജർമാരുടെയും ഉടമസ്ഥന്മാരുടെയൊക്കെ MD-യുടെയൊക്കെ കഴിവ് ഇത് കാണുന്നത്. ഏതെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. ഇതുപോലെ ബ്രഹ്മാവാനും മഹേശ്വരനാവാനും ദിക്പാലന്മാരാവാനുള്ള പരീക്ഷയ്ക്ക് പാസ്സായി. ഏതെങ്കിലും ബ്രഹ്മാണ്ടത്തിന് ഒരു ബ്രഹ്മാവായോ, ഒരു വിഷ്ണുവായോ, ഒരു ശിവനായോ, അല്ലെങ്കിൽ ദിക്പാലന്മാരായി എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക ഈ ഭഗവാന്റെ അടുത്ത്. അങ്ങനെയുള്ള ആ പ്രഭുവാണ് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു. ഈ ഭഗവാൻ ആരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മായാ വൈഭവം കൊണ്ട് അദ്ദേഹം ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുകയാണ്. ആ പാഞ്ചാലി സ്വയംവര സമയത്ത് ഞാൻ വിചാരിച്ച എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ അതാക്കി കണ്ടിച്ചത്. അല്ല, അവിടെയുള്ള തറക ആൾക്കാരുടെ കഴിവിനെ തൻ്റെ ഒരു നോട്ടം കൊണ്ട് കൂടെ ഉപയോഗിച്ച് എനിക്ക് പാഞ്ചാലി നേടിത്തന്നു. ഈ യുദ്ധത്തിൽ കർണൻ, ഭീഷ്മര്, ദ്രോണൻ, ഈ 3 പേര് അധികന്മാരായിട്ടുള്ള അവരുടെ ജയിക്കാത്ത അവരുടെ ഒരസ്ത്രം പോലും എൻ്റെ പേര് തൊട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ വിചാരിച്ച എൻ്റെ കഴിവാണ്. പുറത്തു വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കണമെങ്കിൽ ഭഗവാൻ തന്നെ വേണം, അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അങ്ങനെ ഉള്ള ആ ഭഗവാൻ നമ്മളെ
വിട്ടുപിരിഞ്ഞു. ഞാൻ ആണാണ്, എൻ്റെ നമ്മൾ അഹങ്കരിച്ചിട്ട് എന്താ കാര്യം, ആ സഹസയൊന്നുമില്ലെങ്കിൽ അങ്ങനെ കുറേ പറഞ്ഞ് കണ്ണീരൊഴുക്കി ഓരോ ഭാഗങ്ങളായിട്ട് യോനോരു ഗോവനമേത്യ ദുരന്തകൃക്ഷാൽ ദുർവാസസോ അരിവിഹിതായുധോ പ്രബുദ്ധ്യ ശാകാന്തശിഷ്ടമുപയുജ്യ യതത്രിലോകിം തൃപ്താസമം സതലിരേ വനിമഗ്രസംഗ. ആ ദുർവാസാവ് അങ്ങോട്ട് ശപിക്കാൻ വന്നപ്പോഴേ അതങ്ങോട്ട് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് കയ്യിലൊന്നുമില്ലല്ലോ. പാഞ്ചാലി വിഷമിച്ച് എന്താ എൻ്റെ നിശ്ചയാന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ അവിടെ വന്ന് കയറി. അത് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ പാത്രത്തിലൊന്നുമില്ല, എന്നിട്ട് എന്തെങ്കിലും കിടക്കാനാണ്. അവസാനം സാകാന്നമുപശിഷ്ട ഒരു കഷ്ണം, ചീരയുടെ കഷ്ണം, അതല്ലോ, അത് കഴിച്ച് ലോകത്തിനെ മുഴുവൻ തൃപ്തിയാക്കി. ഇത് ആരൊക്കെ സാധിക്കും? ആ ഭഗവാനെ നമ്മൾ മറന്നുപോയി. ഭഗവാൻ നമ്മുടെ ഈശ്വരനാണെന്ന് ധരിച്ചില്ല. അതെൻ്റെ പേരിൽ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടം വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കടമൊക്കെ തീർന്നു. കൃഷ്ണൻ ഉള്ളിലിരുന്ന് ചോദിക്കുക, എന്തിനാ അർജുന, ഞാനില്ലേ എന്നൊരു ചോദ്യം. അതോടുകൂടി ശാന്താശീർവിമലാമതി ഒക്കെ ശാന്തമായി. അവിടുന്ന് അങ്ങനെ എത്തിച്ചു. യുധിഷ്ഠിരനും ഇത് കേൾക്കാൻ കാത്തിക്കുക. അവിടുന്ന് അങ്ങനെ എത്തിച്ചു. തൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ജനമേജയനെ പരീക്ഷത്തിനെ വിളിച്ച് രാജാവാക്കിയിരുത്തി അഭിഷേകം ചെയ്തു. തൻ്റെ എല്ലാ ആഭരണാദികളൊക്കെ ഊരി മാറ്റി ഒരു മരവരി എടുത്ത് ചുറ്റി ഗമനായ മതിന്തേ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്തിനാ ഈ ഭാഗമൊക്കെ എത്ര വിസ്തരിക്കുന്നത്? പാണ്ഡവന്മാരൊക്കെ പോലും ഇവിടെ ഈ ലോകത്ത് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഭഗവാനൊപ്പം ഉണ്ടായിട്ട് പോലും സുഖമായിട്ട് താമസിക്കുന്നില്ല. സുഖം എന്താണെന്നാണ് ചോദിക്കുന്നത്. സുഖം എന്താ? ഭഗവാനെ ആശ്രയിക്കൽ. അപ്പം അവർക്കും കൂടി ഇവിടെ ശാശ്വതമില്ല എന്ന് വെച്ചാൽ നമ്മളൊക്കെ കാര്യം എന്താ? വൈരാഗ്യ പ്രധാനമാണ്. ഒക്കെ വലിച്ചെറിഞ്ഞ് അവരിതാ. യുധിഷ്ഠിരൻ മുമ്പ് ഇറങ്ങി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നാലെ ഭീമനും അർജുനനും അവരുടെ സഹോദരിമാരും പാഞ്ചാലിയും ഒക്കെ എല്ലാവരും കൂടി ഇറങ്ങി അവരുടെ ഹിമവാന്റെ ശൃംഗത്തിലെ സ്വർഗാരോഹണ പർവ്വതം എന്നുള്ള സ്ഥലം തന്നെ അവിടേക്ക് എത്തി. അവരെല്ലാവരും സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അവരൊക്കെ ഒരു കാര്യത്തിന് വന്ന ആൾക്കാർ. ഈ കഥകൾ ഭഗവത് പ്രിയന്മാരായിരിക്കുന്ന പാണ്ഡവരുടെ സ്വർഗാരോഹണമായിട്ടുള്ള ഈ കഥ കേട്ടാൽ അവർക്കൊക്കെ ഭഗവാന്റെ അനന്യമായ ഭക്തി ഉണ്ടാവുമെന്ന് ഫലം പറഞ്ഞുകൊണ്ടാണ് അവരുടെ സ്വർഗാരോഹണ കഥ പറഞ്ഞത്. പിന്നെ പറയേണ്ടതാണ് പരീക്ഷിത്ത് കലി നിഗ്രഹിക്കുന്നതാണ് പിന്നെ പറഞ്ഞത്. കലി ഈ ലോകത്ത് ബാധിച്ചു. അദ്ദേഹം വളരെ കേമായിട്ട് രാഗം വരുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ചില ആൾക്കാർ കലി ഇവിടെ കയറിയിട്ടുണ്ട്. രാജാവിൻ്റെ വേഷം ധരിച്ച വൃഷളന്മാരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന്. വേഷം മാത്രമേ രാജാവിൻ്റെ ഉള്ളൂ, സ്വഭാവം മുഴുവൻ ദുഷ്ടന്മാരുടെയാണ്. നമുക്കിപ്പോൾ അനുഭവവേദ്യമാണല്ലോ, പറയാണ്ടിരിക്കുക. എല്ലാം രാജാവാണ് ധരിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ രാജ്യം വെച്ചുകൊണ്ട് നടക്കുന്നത്. അവിടെ അങ്ങനെയുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങിപ്പോൾ രാജ്യമൊക്കെ ക്ഷേമമായിട്ടാണ് നടക്കണേന്നല്ലേ വെച്ചാണ്. അതെ, ഇങ്ങനെ ഒരാൾ വന്ന് കൂടിയിട്ടുണ്ട്, എന്നാൽ അപ്പോൾ അവരെ നിഗ്രഹിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിൽ അവിടുന്ന് ശരം എടുത്തുകൊണ്ട് വലിയ ശരം എടുത്തുകൊണ്ട് പുറപ്പെടുകയാണ്. നായാട്ടം എന്നുള്ള നിലയ്ക്ക് സകല ദിക്കിലും സഞ്ചരിക്കും. വഴിയിലൊക്കെ തൻ്റെ കഥ പാണ്ഡവന്മാരുടെയും തൻ്റെ മുത്തച്ഛന്മാരുടെയും അച്ഛൻ്റെയൊക്കെ കഥകൾ കേട്ടുകൊണ്ട് അവരുടെ യശസ് പാടിപ്പുകഴ്ത്തണ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ നടക്കണം. അങ്ങനെ നടക്കുമ്പോഴാണത്രേ ഒരു ദിക്കിലെ ഒരു വൃഷഭം, രാജാവിൻ്റെ വേഷമൊക്കെ ധരിച്ച് വേഷം ധരിച്ചിട്ടുള്ള ആൾ ഒരു കാളെ തട്ടിയാണ്. ഒരു പശു ഉണ്ട് അതിൻ്റെ അടുത്ത്. കാളയുടെ 3 കാലും തട്ടി പിടിച്ചിരിക്കുന്നു. പശു അതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കാള പശുവിനോട് പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ വേദന ഉണ്ടായില്ലോ, ഒരു സഹിക്കില്ലാണ്ട് എന്താ നിവൃത്തി എന്നൊക്കെ പറഞ്ഞു. പശുവും പറഞ്ഞു, എനിക്കിപ്പോൾ എന്ത് ഇത് വന്നാലും ഒക്കെ ദൈവഹിതം എന്നല്ലാണ്ട് എന്താ പറയുക. ആ ഭഗവാൻ ഭൂമിയാണ് പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത്. ആ ഭഗവാൻ എന്നിൽ വന്ന് കളിച്ച് രസിക്കുമ്പോൾ എന്തൊരാനന്ദമായിരുന്നു ഇവിടെ കിടന്നത് എനിക്ക് അനുഭവിച്ചതെന്നത്. ഭഗവാന്റെ തൃപ്പാദം അങ്ങനെ ഇത് കൊള്ളുന്ന സമയത്ത് ഞാനിങ്ങനെ പൊട്ടിത്തെരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയി, എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും സംസാരിക്കുന്നു. അപ്പോൾ
രാജാവ് അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ, ഇയാളെ ഞാൻ ശിക്ഷിച്ചോളാം, ഒട്ടും വിഷമിക്കരുത്, എൻ്റെ രാജ്യത്ത് ഇങ്ങനെ സാധുക്കൾ ആരും വിഷമിക്കുന്നത് കാണാൻ പാടില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ ദ്രോഹിക്കുന്ന ഇവനെ ഞാൻ ഇപ്പം ശിക്ഷിക്കുന്നു എന്ന് അദ്ദേഹത്തെ ശിക്ഷിച്ച് എന്തെങ്കിലും വിഷമമില്ലാണ്ട് ഇത്ര നേരം ഈ അനുഭവിക്കേണ്ട വന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ കാളോട് വരുമ്പോൾ കാള പറഞ്ഞു, ആരോടാ ക്ഷമ ചോദിക്കുന്നത്, ആരെ കുറ്റപ്പെടുത്തേണ്ടത്, ഇതൊക്കെ അവനവൻ്റെ കർമ്മഫലം, ഈ ലോകത്ത് വന്ന് നിന്നത് അനുഭവിക്കാൻ അവർ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇതെൻ്റെ കർമ്മഫലം കൊണ്ടാണ്, ഒരാൾ നമ്മളെ ദ്രോഹിച്ചു എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ധർമ്മം പറയുന്ന അങ്ങ് ധർമ്മദേവൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി, എന്തായാലും ഇവനെ ഞാനിപ്പോൾ ശിക്ഷിക്കുന്നുവെന്ന് ആ കരിയെ പിടിച്ച് നിഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ കാക്കര് വീണ് ഇത്രകാല കേമത്തൊക്കെ കാണിച്ചെന്ന ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്, ആരെങ്കിലും ചോദിക്കാൻ വരണവരെ ഇവരുടെ ശൗര്യം കാണിക്കുള്ളൂ, എതിർക്കാൻ മര്യാദയ്ക്ക് ആളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ശൗര്യമൊക്കെ അവിടെ നിൽക്കും. അതുപോലെ കാക്കര് വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടത്തേക്ക് നീ അധർമ്മ ബന്ധുവാണ്, നീ എൻ്റെ നാട്ടിൽ കാണാൻ പാടില്ല, ഇവിടെയുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ പാടില്ല, ഈ രാജ്യത്ത് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം നിന്നെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്കണം, പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ദിക്കും അവിടുത്തെ രാജ്യമാണ്, അവിടുത്തേതല്ലാതെ ഒന്നും കാണാനില്ല, ഞാൻ എവിടെയാണ് പോയി ഇരിക്കേണ്ടത്, എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥലം അനുവദിച്ച് തരണ്ടേ, ഞാനിപ്പോൾ ജനിയും എനിക്ക് ജീവിക്കാണ്ട് പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ദ്യൂതംപാല സ്ത്രീയ സൂന 4 സ്ഥലം തിരിച്ചു കൊടുത്തു. മദ്യപിക്കുന്ന സ്ഥലത്ത്, ദ്യൂതം ചൂത് കളിക്കുന്നിടത്ത്, സ്ത്രീസംഘം അനർത്ഥമായിട്ട് ദൈവം ചെയ്തെടുത്ത്, സൂന അതിന് വേണ്ടാവുന്ന ഹത്യ കൊല്ലുക അങ്ങനെയുള്ള സ്ഥലത്ത്, ഹിംസയുള്ള സ്ഥലത്ത് ഇവിടെയൊക്കെ നമുക്ക് വസിക്കാം. പുലർച്ചയാജമാനായ ജാതരൂപം അതാൾ പ്രഭു വീണ്ടും ചാരിച്ചു, ഒരു എന്തെങ്കിലും കുറച്ച് ധനം കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്ന ധനമുള്ളവർക്കും നമുക്ക് വസിക്കാം. ഇങ്ങനെ ഈ 4 ഭാഗം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ 4 ഭാഗം കൊണ്ട് നിന്ന് ലോകം മുഴുവൻ നിറഞ്ഞ് അവൻ്റെ ശക്തിയിലേക്ക് വിതാക്കിയെടുത്താണ്. ഇതാണ് കലി നിഗ്രഹം. എന്താ കലിയെ നിഗ്രഹിക്കാഞ്ഞത്? അതോ ആശ്രയിച്ചവരെ ദ്രവിക്കാൻ പാടില്ല, അതൊരു നിയമം. മാത്രമല്ല കലിക്ക് ഒരു മഹാൻ ഗുണ അസ്തിക്കേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ സത്സംഗപദം. ഭഗവാനെ സേവിക്കാൻ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാർ നാമം ജപിച്ചാൽ മതി. കലികാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊക്കെ പറയാ കലികാലത്ത് ഈശ്വരദേവയ്ക്ക് ബുദ്ധിമുട്ടാണ്, നാമം ജപിക്കാൻ. നാമം ജപിക്കുന്നത് കലി അങ്ങനെ കടക്കില്ല, കലി ബാധിക്കില്ല. ഇതാണ് ഒരു മഹത്തായിട്ടുള്ള ഗുണം. മറ്റുള്ള യുഗങ്ങളിലൊക്കെ യാഗം ചെയ്യണം, യജ്ഞം ചെയ്യണം, വേണ്ട വിധത്തിൽ ചുറ്റോടെ നടക്കണം, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കലികാലത്ത് എന്ത് മതി? നാമം ജപിച്ചാൽ മതി. ഭഗവാൻ നാമം ജപിച്ചാൽ ഓരോ തരത്തിലുള്ള കലി ബാധിക്കില്ല. അതുകൊണ്ട് ആ ഗുണം കൂടി കണ്ടെത്താണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ രാജധാനിക്ക് പോന്നു. പിന്നെയാണ് ഏത് ഭാഗമാണെന്നോ പറയില്ലേ, ഇരിക്കാനൊരു സ്ഥലം കൊടുത്തത് മഹാരാജാവാണ്. ആ സ്ഥാനത്തിൽ കൂടെ അദ്ദേഹം നായാട്ടിന് പോയ സമയത്ത് ഹിംസ എന്നുള്ളൊരു വേണ്ടി വന്നു. എന്തിനാ നായാട്ട്? രാജാക്കന്മാർ നായാണെന്ന് എന്തിനാന്ന് വെച്ചാൽ കാട്ടിലെ ഭക്ഷ്യന്മാർക്ക് ദുഷ്ടമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാവരുത്. പിന്നെ ചില മൃഗങ്ങളെ രക്ഷകന്മാർക്ക് ഉപയോഗിക്കാം, നിയമമുണ്ട്, അതിനെ കൊണ്ടുവരികയും ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. ആ ഹിംസ എന്നുള്ളതിൽ കൂടെ അദ്ദേഹം വീണ്ടും പരീക്ഷത്തിനെ കടന്നുകൂടി. ഇതാണ് ഇരിക്കാനൊരു സ്ഥലം കൊടുത്തതാണ്. നമ്മൾ പറയില്ലേ, എവിടെയെങ്കിലും ചെന്ന് നമ്മുടെ അന്യനാട്ടിൽ പോയി ഒരു ജോലി കിട്ടണമെന്ന് ഒരാളോട് യാചിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടുകാരനല്ലേ, ഒരു ജോലി കൊടുത്തേക്കാം, കമ്പനിയിൽ ഒരു ജോലി കൊടുത്തു. 1 മാസം കഴിയുമ്പോഴേക്കും കൊടി പിടിക്കും, അയാളെ പിടിച്ച് പുറത്താക്കാൻ. ഇതാണ് കലിയുടെ ധർമ്മം. ഇതുപോലെയാണത്രേ കലി. പരീക്ഷിച്ച് നായാടി നടക്കണു. തൻ്റെ ആൾക്കാർ ഇങ്ങനെ നടന്ന് വിശപ്പും ദാഹമൊക്കെ വന്നപ്പോൾ ഒരു ആശ്രമം, വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് വയ്യ, അവിടെ ആശ്രമം കണ്ടു. അവിടെ പോയി ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കാം. എന്നാൽ രാജാവാണ്, തൻ്റെ ആശ്രമന്മാരെ പറഞ്ഞേച്ചാൽ മതി, പോയി ഒത്തിരി വെള്ളം വാങ്ങിക്കൊണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അത് വേണ്ട, അവിടെ ചെന്ന് നമ്മുടെ ദാസന്മാർ അവരൊക്കെ പോയിട്ട് അവർക്ക് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചാൽ താൻ തന്നെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. ബുദ്ധി തോന്നിയതാണ്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ സമീകരനുള്ള മഹർഷിയാണ് അവിടെ ഇരിക്കുന്നത്. താനത്രയാൽ പദം പ്രാപ്തം. താനത്ര എന്ന് വെച്ചാൽ എന്താ? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇതാണ് 3 സ്ഥാനം. അതൊന്നും വന്നിട്ട് സമാധിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സമാധിയിൽ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം വന്നതോ ചോദിച്ചതോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ക്ഷീണവും വയ്യായും ദാഹവും എല്ലാം കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് കള്ളസമാധിയാണ്.
സമാധി വെള്ളം എടുത്ത് തരാൻ പഠിച്ചിട്ടാന്ന് വിചാരിച്ചു. സമാധി ആച്ചാൽ പിന്നെ വിഷയത്തിലോ വെച്ചിട്ടാന്ന് വിചാരിച്ചത് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, ഒരു ചത്ത പാമ്പ് അവിടെ കിടക്കുന്നത് അതിനെ തോണ്ടിയെടുത്ത് മഹർഷിയുടെ കഴിച്ചിട്ട് അദ്ദേഹം അവിടെ പോവുകയും ചെയ്തു. അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അബദ്ധമായില്ല. ഞാൻ എന്താ ചെയ്തത്? ഒരു മഹർഷിയെ അപമാനിക്കുകയല്ലേ ചെയ്തത്? എൻ്റെ മുത്തശ്ശന്മാരെ പാണ്ഡവന്മാര് വാനപ്രസ്ഥകാലത്ത് 88,000 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് വാനപ്രസ്ഥം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മഹർഷിയെ ദ്രോഹിക്കുന്നുണ്ടായത്. സജ്ജനങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയ ഈ പ്രായശ്ചിത്തം മനസ്സിന് ഇത് തോന്നും. എന്നിട്ട് പറയും വേഗം എനിക്കുള്ള ശിക്ഷ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. നമ്മളത് അറിയാണ്ട് കഴിച്ചു കിട്ടും. അങ്ങനെയാണ്. ഇതങ്ങനെയല്ല, വേഗം എന്നെ ശിക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഇദ്ദേഹം പാമ്പിനെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഏതോ ഒരു ആള് അവിടെ കളിക്കുന്നുണ്ടാവുന്നു. അയാളിത് കണ്ടു. അയാൾ ചെന്നിട്ട് ഈ മഹർഷിയുടെ മകനുണ്ട് ശൃംഗി, പയ്യനുണ്ടായ നന്ദനൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ ശൃംഗിക്ക് വേറെ പുരാണത്തിലൊക്കെ പറയുന്നുണ്ട്, ഈ ശൃംഗി സന്ധ്യാവന്ദനത്തിന് ബ്രഹ്മലോകത്തേക്ക് പോയിട്ട് അവിടെ ചെന്നത്താത്രേ സന്ധ്യാവന്ദനം കഴിച്ചു വരിക. നമ്മൾ ബ്രഹ്മലോകത്ത് നിന്ന് തിരിച്ചുകൂടെ ഇറങ്ങി വരാതൊക്കെ ഉണ്ടല്ലോ, ഏകം ദ്വയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അവിടെ ചെന്ന് നേരിട്ട് അവിടെ പോയി സന്ധ്യാവന്ദനം എല്ലാ ദിവസവും അവിടെ പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി വരും സത്യലോകത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും കേമന. പക്ഷേ കുട്ടികളുടെ അടുത്ത് മൂർച്ചയുള്ള പേനാക്കത്തി കൊടുത്ത പോലെയാണ്. ഈ ശാപമൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ ചെന്ന് പറഞ്ഞു, ഇയാൾ ചെന്ന് പറഞ്ഞു ഇങ്ങനെ കളിച്ചോണ്ടിരുന്നോളൂ, അങ്ങയുടെ അച്ഛൻ്റെ കഴുത്തിലേ പാമ്പിനെ തോണ്ടിയിട്ടേനു, ഇങ്ങനെ കഴുത്തിൽ നോക്കാവണ്ടേ. അപ്പോൾ കണ്ടു ദേഷ്യം വന്നു. പശ്യതമേ ബലം, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ തോണ്ടിയിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം കയ്യിലെടുത്ത് ജപിച്ചുകൊണ്ട് എൻ്റെ ഈ ദുഷ്കൃതം ചെയ്ത ആരായാലും ഇന്നൊക്കെ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്ന് ഒരു ശാപം. ഇത് നമ്മൾ പറയില്ലേ, നമുക്കൊക്കെ ശാപം അന്നൊക്കെ ശപിക്കാനുള്ള കഴിവാണ്. നമുക്കൊക്കെ ആ തലയില്ലാത്ത എത്ര നന്നായി എത്ര ആൾക്കാരെ ചുട്ടു വെണ്ണീറാക്കും നമുക്കറിയില്ല. ഇത് അതുപോലെ ഉണ്ടായത്. ഇവിടെ വന്നു സന്യാസിയുടെ അല്ല ഈ ജമീക മഹർഷിയുടെ മുമ്പിൽ വന്നിരുന്നത് കരയാനും തോന്നി. അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ വന്നിട്ട് കരയുക. അപ്പൊ ജമീക കണ്ണു തുറന്നു. അപ്പൊ നമുക്ക് തോന്നും ഇത് കള്ളസമാധിയാവും. കാരണം എന്താ, രാജാവ് വെള്ളം ചോദിച്ചപ്പോൾ അറിഞ്ഞില്ല, മകൻ വന്ന് കരഞ്ഞപ്പോൾ അറിഞ്ഞു. അതല്ല, മഹാന്മാര് പറയുന്നുണ്ട്, ഭഗവാൻ ഈ ശാപങ്ങൾ കിട്ടിയപ്പോഴേ ഭഗവാനെ കുറച്ച് ചുണ്ടി വന്നു. ഇനി എൻ്റെ ഭക്തനെ രക്ഷിച്ചിട്ട് ബാക്കി കാര്യം, ഈ ശാപത്തൊന്ന് രക്ഷിക്കണം, അതിനാണ്. അതിന് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് ഇറങ്ങിപ്പോയപ്പോൾ ഉള്ളിൽ കാണാണ്ടായി. അപ്പോൾ കണ്ണ് വീഴ്ചു. അപ്പോൾ മകൻ അവിടെ ഇരിക്കില്ല, എത്ര ഉള്ളൂ. അപ്പോൾ മകന് പറഞ്ഞു, നന്നായില്ല, എന്താണ്ടായി ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ശപിച്ചു വെച്ചാ തക്ഷം കെട്ടി മരിക്കട്ടെ എന്ന് ശപിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് എന്തായിരുന്നില്ല, നന്നായില്ല ഉണ്ണി. ആ മഹാരാജാവ് അത്രയും സാത്വികനാണ്, പരമഭാഗവതനാണ്. മാത്രമല്ല രാജ്യം രക്ഷിക്കാൻ രാജാവ് ചെയ്യാൻ അരാജകത്വമാണ്. ഇത്രയും ചെറിയൊരു തെറ്റിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല. മാത്രമല്ല ഇപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, പാമ്പ് കടിച്ചു വയ്ക്കാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടായിരുന്നു ശിക്ഷിക്കാൻ, ശപിക്കാൻ നമ്മൾ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് ഭഗവാൻ രാജാവിൻ്റെ ഉള്ളിൽ കടിയേറി, മഹർഷിയുടെ പുത്രൻ്റെ ഉള്ളിൽ കടിയേറി. പക്ഷെ മഹർഷിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അവിടെ ഇത് പറഞ്ഞു, എന്തായാലും ഇങ്ങനെ തെറ്റുപറ്റി, ഭഗവാനെ അറിയാണ്ട് പറ്റിയ തെറ്റാണ്, അത് എന്നോടും ഈ ഉണ്ണിയോടും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാന്മാർക്കറിയാം ഇതൊക്കെ ദൈവനിശ്ചയമാണ്, എന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ കുറേ ഉണ്ടാവില്ല. അദ്ദേഹം എല്ലാം ശാന്തമാക്കി ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, മഹാരാജാവിനോട് പറയൂ, ഇന്നേക്ക് 7-ാം ദിവസം ദക്ഷിണം കഴിച്ച് മരിക്കുകയാണ്, എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് യാത്രയാക്കി. അങ്ങനെ അവർ വന്ന് രാജാവിൻ്റെ അടുത്ത്, ഇവിടെ വെള്ളം കുടിക്കാൻ വൈകിട്ടാണ് അവിടെ ചെന്ന് ഈ കോലാഹലമൊക്കെ ഉണ്ടായത്. ഇവിടെ വന്നിട്ട് ഈ കാലത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ഞാൻ എന്ത് കഥയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ മഹർഷി ശിഷ്യന്മാർ വന്ന് പറഞ്ഞത്, അങ്ങ് ഞങ്ങളുടെ ഗുരുനാഥൻ്റെ കഴുത്തിൽ പാമ്പിനെ തോഴിയിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം ശപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ശപിച്ചിട്ടുണ്ട്, 7-ാം ദിവസം ദക്ഷിണം കഴിച്ച് മരണമാണ് എന്ന്, എന്തെങ്കിലും സൽക്കരണം ഉണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. ആവും, സമാധാനമായി. ഇനി ശിക്ഷ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്?
യാത്ര തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? വേണ്ടത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ എന്ന് ആദ്യം നോക്കുക. ഇനി എനിക്കൊന്നുമില്ല, ഭഗവാനെ സേവിക്കുക മാത്രം. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് അനുഭവിക്കാൻ, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ ഭഗവാൻ അനുവദിച്ചു തന്നു. ഇനിയിപ്പോൾ എന്താ? ഇത് എല്ലാം ഉപേക്ഷിച്ച് ഇനിയുള്ളത് ശേഷായുഷാം തോഷയേ, ഇനിയുള്ള ആയുസ് കൊണ്ട് ഭഗവാനെ സേവിക്കുക. അത് മാത്രമാണ്. അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മ വരിക. നമ്മുടെ ചെമ്മങ്കാട് കൊട്ടേരിപ്പാട് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഈ കേട്ടിട്ടുണ്ടാവും, നരസിംഹ ഭട്ടേരിപ്പാട് എന്ന് പറയും. ചോറ്റാനിക്കര 1000 മുറ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇവിടെ ചേർപ്പില് KPC അദ്ദേഹത്തിന്റെ പടിഞ്ഞാറ്റൊരു മനയുണ്ടല്ലോ, ആ മനയിൽ വേദം ചൊല്ലി താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുറത്തൊരു കുരു ഉണ്ടായിരുന്നാണ്. ഒരു പോലത്തെ എന്തോ ഒരു കുരുവാണ്. അത് കുറെ വലുതി വശായി വയ്യാണ്ടായപ്പോഴത്തെ മൂസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു 4000-ന്റെ അത്രയൊക്കെ ആയിരിക്കണം. ഇതിപ്പോൾ എന്താ ചെയ്യാൻ? അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുമ്പ് പട്ടേരി ഇത് ഇങ്ങനെ എത്ര വിഷമിച്ചത് കൊണ്ടുവരുന്നത് ശരിയായില്ല. ഇതിപ്പോൾ ഒരു ചികിത്സ ചെയ്യാവുന്ന ഭാവമൊക്കെ കഴിഞ്ഞു. ഞാൻ തുറന്ന് പറയുകയാണ്, ഒന്നും തോന്നരുത്. എന്താ ഏകദേശത്തേക്ക് പൊട്ടും. ഇത് 1 മാസം അത് അത്രയൊന്നും ഉണ്ടാവില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഒന്നും എനിക്ക് പറയുക വയ്യാട്ടോ. അദ്ദേഹത്തിന് കേട്ടപ്പോൾ കുറച്ച് ഇത് തോന്നി. എന്നാലും എന്തായാലും പോണം തീർച്ചയായും. ഇനി എൻ്റെ ജീവിതം ഈശ്വരനെ സേവിച്ചുകൊണ്ട് തന്നെ ആവട്ടെ. ഞാൻ പഠിച്ചത് വേദമാണ്. ആ മലയ്ക്ക് ചെന്ന് മുറ എങ്ങനെ ജപിക്കാൻ തുടങ്ങി. രാവിലെ എനിക്ക് കുളത്തിൽ ചെന്ന് കുളിക്കും. നല്ല വേദനയുണ്ട്. ആ വിളക്ക് കത്തിച്ചിട്ടുണ്ട് അവിടെ, കൊട്ടെണ്ണ ഒഴിച്ചിട്ട് ആ കുളക്കരേൻ്റെ വിളക്ക്, അതിന് കുറേ കൊട്ടെണ്ണ എടുത്തിട്ട് ഈ കുരുമ്മ ഇങ്ങോട്ട് പെരട്ടും. എന്നിട്ട് അങ്ങോട്ട് നമസ്കാരം കിഴക്കോട്ട് തിരിഞ്ഞ് ഉച്ച വരെ വേദം ചൊല്ലി മുറ ചൊല്ലി നമസ്കരിച്ച് കിഴക്കോട്ട്. ഉച്ച കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് മുറ ചൊല്ലി നമസ്കരിക്കും. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. 4 ദിവസം കഴിഞ്ഞപ്പോൾ കുരു പൊട്ടി, കുറേ ചെറുതും ചേരയൊക്കെ പോയി. എന്നാലും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് ഭേദമായി നൃത്തം, ഭേദമായി ഒക്കെ മാറി ഭഗവാന്റെ ആദ്യം. അപ്പം ഈ വൈദ്യൻ ഇങ്ങോട്ട് കാണാൻ വന്നു. അന്ന് വന്നപ്പോൾ പറയാണ്, ഭഗവാന് വയ്യാത്തത് എന്താണുള്ളത്. അങ്ങനെ പറഞ്ഞു മാത്രം. എന്നാലും പിന്നെ അദ്ദേഹം 1000-ഓളം മുറ അവിടെ 1000 മുറ ചോറ്റാനിക്കലിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ചോറ്റാനിക്കൽ ഇങ്ങനെ ബാധമാറ്റാനുണ്ട്. അതുപോലെ നിങ്ങൾ തീർച്ചയായി കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. ഇനിയുള്ള ജീവിതം നമ്മൾ ഇതുപോലെ ഇനി എത്ര കാലം നമ്മൾ കണ്ണി കണ്ടൊക്കെ പറഞ്ഞ് നടന്നു. ഇനിയുള്ള കാലത്ത് ശേഷായുഷാം തോഷയെ പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടെന്ന് ഉറപ്പായി. നമുക്ക് 7 ദിവസം ഉണ്ടെന്നൊന്നും ഉറപ്പില്ല. എപ്പോഴാ നമ്മളിങ്ങനെ അതായിട്ട് ഇപ്പം ആവില്ലായിരിക്കും വിചാരിക്കാനേ പറ്റുള്ളൂ. എപ്പോഴാ ആവുക നിശ്ചയില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശേഷായുഷാം തോഷയെ ഇങ്ങനെയുള്ള ഭാഗങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ സേവിച്ചോളാം എന്ന് പറഞ്ഞു. പരീക്ഷിച്ചും ഇതൊക്കെ ഉപേക്ഷിച്ച് ഇനി ഭഗവാനെ സേവിക്കുന്നതാണ് വേണ്ടേ എന്ന് പറഞ്ഞ് പ്രായോപവേശം ചെയ്ത് രാജ്യം ജനമേജയനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രായോപവേശം ചെയ്തുകൊണ്ടാണ് അവിടുന്ന് ഗംഗാതീരത്തേക്ക് പുറപ്പെട്ടു. ഗംഗാതീരത്ത് വന്നു. ഗംഗാതീരത്ത് വന്ന് എല്ലാ ദിവസവും ചെയ്ത് പ്രായോപവേശം ചെയ്ത് ആ ഗംഗയുടെ തീരത്ത് ദർഭ വിരിച്ച് വടക്കോട്ട് തിരിഞ്ഞ് അവിടെ ഇരുന്നു. ഇനി അവിടുന്ന് എണീറ്റൊന്നുമില്ല. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് അനവധി മഹർഷിമാര് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ വരുന്നു എന്നാണ്. അത്രയും വസിഷ്ഠ ചവന ശരദ്വാൻ അരിഷ്ടനേ ഭൃഗു അങ്കിരാശ പരാശരോഗ ആതിഥുതോധാമ ഉദർച്ച ഇന്ദ്രപ്രമത യുഗ്മവാഹവും മേഘാതിഥി ദേവന ആർത്തിസേന അനവധി മഹർഷിമാര് ആ ഗംഗാതീരത്തേക്ക് പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്നു. അവിടെ ഇരുന്ന് 4 പുറത്തും ഇതായിട്ട് ഇരുന്നു. അപ്പോൾ പരീക്ഷിച്ച് നോക്കി, ഈ അവസാന കാലത്ത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി അന്ന് എത്ര മഹർഷിമാരാ, എത്ര മഹാന്മാരാ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ഇത് എനിക്കൊരു ശാപമല്ല എന്നാ തോന്നുന്നത്. ഭഗവാൻ ശപിക്കുന്ന രൂപത്തിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതന്നെയാണ് ഭഗവാന്റെ ഉദ്ദേശം. പരീക്ഷത്തിനെ ശാപത്തിൽ പെടുത്തലല്ല, പരീക്ഷത്തിനെ അവിടെ കൊണ്ട് ഇരുത്തലല്ല ഭഗവാന്റെ ഉദ്ദേശം. നമുക്കൊക്കെ മേൽഗതി ഉണ്ടാവാൻ ഒരു വഴി വേണം. അതിനുവേണ്ടി ഭാഗവതം പറഞ്ഞ് അവതരിപ്പിക്കാതെ ഇത് വേണം. തൻ്റെ ഭക്തൻ ഈ ഭാഗവതം കേൾക്കട്ടെ, രാജ്യം ഭരിച്ചത് മതി, എൻ്റെ അടുത്തേക്ക് പോന്നോട്ടെ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ടാണ്
അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഈ അവസാനം നന്നാക്കാൻ നിങ്ങൾ എല്ലാവരും വന്നത് സന്തോഷമായി. നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം. അതങ്കായത വിഷ്ണുഗാഥ, ഭഗവത് കഥകൾ വേണ്ട വിധത്തിൽ പറഞ്ഞു തരണം. ഇത്ര കാലം എനിക്ക് രാജ്യഭാരവും മറ്റ് പ്രാരാബ്ധക്കായിട്ട് കഴിയായിരുന്നു. ഇപ്പോൾ ഒന്നിനുമില്ല, ഇനി നാമം ജപിക്കുകയും ഭഗവത കേൾക്കുകയും വേണ്ടു. അതുകൊണ്ട് എല്ലാ കഥകളും ഭഗവത് കഥകൾ പറഞ്ഞ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു എല്ലാവരോട് പറഞ്ഞു. അവരൊക്കെ പരസ്പരം അവർ ഭാഗവതം തുടങ്ങാഞ്ഞത്. ഭാഗവതം എഴുതിയ വ്യാസഭഗവാൻ ഉണ്ടവിടെ, ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത നാരദ മഹർഷി ഉണ്ടവിടെ. അവരെന്തേ ജന്മാതിസ്യാന്ന് തുടങ്ങാത്തത്? അതോ ഭഗവാന്റെ അനുവാദ്യം കിട്ടിയിട്ടില്ല. അവിടുന്ന് ഒരാൾ പുറപ്പെട്ടുണ്ട്. അത് അത്രയും നേരം ആരെങ്കിലും മുഷിയാണ്ട് കിടക്കണ്ടേ? അത് മാത്രമേ ഉള്ളൂ. ആ ആൾ വന്നിട്ട് വേണം ഇവിടെ തുടങ്ങാൻ. ഭഗവാൻ തന്നെ ശ്രീശുവന്റെ വേഷത്തിൽ അവിടെ പുറപ്പെട്ടുണ്ട്. അപ്പം അത്രയും നേരം അരങ്ങ് മുഷിയാണ്ട് കഴിക്കണ്ടേ? യാഗമോ യോഗമോ വേദന്യോന്യം ആഗമജ്ഞരവർ ചിന്തിക്കുമ്പോൾ അങ്ങോട്ട് പരസ്പരം പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു യാഗം അങ്ങോട്ട് നടത്താം. അതിൻ്റെ അവസരസ്ഥാനത്തോട് കൂടിയിട്ട് നമുക്ക് ഇത് ഭേദിച്ച് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് അയക്കാം. അതുപോലെ അപ്പോൾ ഒരാൾ പറഞ്ഞു, അത് വേണ്ട, യോഗം മതി. ധ്യാനം യോഗമൊക്കെ ചെയ്ത് നമ്മുടെ പ്രാണനെ ശിരോമധ്യത്തിൽ കൊണ്ടുവന്ന് ആ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് നമ്മുടെ വൈകുണ്ഠത്തിലേക്ക് അയക്കാം. ഇനിയിപ്പോൾ അഥവാ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെയെടുത്ത് പൊട്ടിക്കുകയും ചെയ്യാം. ഞാൻ ഞങ്ങളുടെ അയക്കാം എന്നൊക്കെ പറഞ്ഞ് അത് മതിയോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണത്രേ ഒരാൾ അവിടേക്ക് വരുന്നത്. ആ ഒരു ജ്യേഷ്ഠവർഷം എന്നൊക്കെയാണ് പറയുന്നത്. തത്രാഭവൻ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാകാമടമാനപേക്ഷ അലക്ഷണിങ്കോ നിജലാപതുഷ്ടോ വിതത്രിബാലൈരവധൂതവേഷ. ഒരു ഉണ്ണി, ഒരു 5 കണ്ടാൽ ഒരു 10-16 വയസ്സ്. വ്യാസൻ തന്നെ പറഞ്ഞു നോക്കണം. എന്ന് ആദ്യം പറഞ്ഞു. 2 വയസ്സോ? അതല്ല, 8. അപ്പം ചിലർക്ക് പ്രസിദ്ധമാണ് 16 വയസ്സാണ്. ശ്രീശുവൻ എപ്പോഴും 16 വയസ്സാണ്. എന്നാൽ 2 കൂടി നോക്കിക്കോളൂ. അഷ്ടവർഷം 2, 8, 16 വയസ്സ്. എന്താ? അത് തൻ്റെ ഉണ്ണിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവധൂത വേഷമായിട്ട് ജനിച്ച പാട് ഒരു പട്ടുകോണവും കൂടി എടുത്തിട്ടില്ല. മുടിയൊക്കെ പിടിച്ച് ജല പിടിച്ച് അതൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊപ്പം കൂടിയിട്ടുണ്ട് കലശൽ കൂട്ടിക്കൊണ്ട്. അവരൊക്കെ ഇതൊക്കെ ആരാന്നറിയോ? ശ്രീശുവന്റെ സിദ്ധികളാ. അണിമ, ഗരിമ, മഹിമ, ഇങ്ങനെയുള്ള പല സിദ്ധികളാണ്. അവർക്ക് ശ്രീശുവൻ അവരൊന്നും ആവശ്യമില്ല. പക്ഷെ അവർക്ക് ശ്രീശുവനെ വിട്ടിരിക്കാൻ വയ്യ. അപ്പം അവരൊക്കെ കലശൽ കൂട്ടുന്ന ആൾക്കാരായിട്ട് ഒപ്പം കൂടിയേക്കുക. അവിടെ നിങ്ങൾ വന്ന് ഇത് വേണ്ടു പരീക്ഷിച്ച് അവിടെ നമസ്കരിച്ചു, തലകൊണ്ട് നമസ്കരിച്ചു. എല്ലാവരും വന്ന് ആ ആസനം കൊടുത്ത് ഇരുത്തി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, മഹർഷിമാരൊക്കെ, അങ്ങേക്ക് എന്താ അറിയേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിനോട് ചോദിക്കാം, വേണ്ട വിധത്തിൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ അറിയേണ്ടതെന്ന് ശ്രീശുഖ ബ്രഹ്മർഷി ചോദിക്കുന്നു. ശ്രീശുഖ ബ്രഹ്മർഷിയോട് തനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മറുപടിയാണ് നമ്മൾ അടുത്ത സ്കന്ധത്തിൽ കേൾക്കാൻ പോകുന്നത്. ഭാഗവതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഈ 2ാമത്തെ സ്കന്ധം തൊട്ടാണ്. അത് നമുക്കൊരു 4 അധ്യായം വായിച്ച് ശേഷം നമുക്ക് മനസ്സിലാക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉല്ലാസം വായിക്കും. ഇത് കഴിഞ്ഞിട്ട് 2 അധ്യായം ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കൂ. അവിടുന്ന് ഇങ്ങടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കും. അവശ്യതാമത്പദത്വം ഗൃഹേഷു ഗൃഹമേ ധിരാം നിദ്രയാ ക്രിയതേ നഷ്ടം യവായേന ജവാ